റെക്കോർഡിംഗ് ഓൺ ആണോ? ഓക്കെ. ഓക്കെ. പേരും ജില്ലയും ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നും സമയമൊന്നുമില്ല. ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് ഇതില് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്സ് എളുപ്പത്തില് സ്കൂളിലും SLCക്കും അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനും LSSന് USSന് NMMSന് മത്സര പരീക്ഷകൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്സിന്റെ അക്യുറസി തെറ്റാതെ ചെയ്യാൻ പഠിക്കാം. രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്പീഡ് വേഗത്തിൽ ചെയ്യാൻ പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ അക്യുറസി ആണ് പഠിക്കുക. കൃത്യമായി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പീഡ് കൂടുന്നത് എങ്ങനെയാന്ന് പഠിക്കും. അപ്പൊ നമുക്ക് 4 ദിവസമാണ് ഇതുപോലെ ലൈവ് ക്ലാസ് ഉണ്ടാവുക. ബാക്കി റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. ഒരു മാസമാണ് ഇതിന്റെ ഫോളോ അപ്പ് നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഓർമ്മയിൽ ഉണ്ടാവുക. കുറച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ട് എല്ലാം കേൾക്കുന്നു, ഓക്കെ ആണ്, പേനയും പുസ്തകവും ഒക്കെ കയ്യിൽ ഫുൾ റെഡി ആയ ആളുകൾ ഐ എന്ന് ടൈപ്പ് ചെയ്ത്, ഫുൾ റെഡി ആയ ആളുകളാണ് ഐ ടൈപ്പ് ചെയ്ത്, ഐ ഫുൾ സെറ്റ് റെഡി ആയ ആളുകൾ ഐ എന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ചെറിയ അഡീഷന്റെ ക്വസ്റ്റ്യൻസ് തൊട്ട് തുടങ്ങും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. ആൻസർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വന്നോളൂ കേട്ടോ. 2 3 4 പ്ലസ് 1 1 4 ഇതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. കാണുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ, ബോർഡൊക്കെ ക്ലിയർ അല്ലേ? എത്രയാണ് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യോ. യെസ്, ഇത് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ ഈ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 4 4 ആഡ് ചെയ്താൽ 8 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്താൽ 3 1 4 ആണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 3 ആണ്. എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ അഡീഷൻ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കാൻ പോവാണ്. ഒന്ന് നിങ്ങൾ പഠിച്ച അഡീഷൻ, മറ്റൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതും കൂടെ പഠിക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ട്രിക്ക് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മാത്സ് മെന്റലി നമുക്ക് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ ചോദ്യത്തെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആഡ് ചെയ്യുന്ന മെത്തേഡ്. അതായത് ഇത് 200, 200ഉം 100ഉം 200 100 എത്രയായി? 200 100 300 ആയി അല്ലെ? 300 ആയി. ഇത് 30 ആണ്, ഇത് 10 ആണ്. 30ഉം 10ഉം അപ്പൊ അത് 40 ആയി അല്ലെ? ഇത് നോക്കിയേ, ഇതെന്താ? ഇത് കിട്ടിയത് 4ഉം 4ഉം ആണ്, അപ്പൊ 8 ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കുക, 300 ഉണ്ട്, 40 ഉണ്ട്, 8 ഉണ്ട്, 300 ഉണ്ട്, 40 ഉണ്ട്, 8 ഉണ്ട്, 348. അപ്പൊ ചിലർക്ക് തോന്നുന്നു ഇങ്ങനെ പഠിച്ചാൽ പോരെ, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഇത് കഷ്ടപ്പാടല്ല, ഇതൊന്ന് നമ്മളൊന്ന് മെന്റലി ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഈസി ഇതായിട്ട് മാറും എന്നുള്ളതാണ്. നമുക്ക് 2 എക്സാമ്പിളും കൂടെ ഇതൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ 2 എക്സാമ്പിൾ കൂടെ ചെയ്തു. 2 5 2 പ്ലസ് 326 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കിയേ, 200ഉം 300ഉം ആഡ് ചെയ്ത് എത്ര ഉണ്ടാവും നോക്കാം. 200ഉം 300 നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 200 300 ആഡ് ചെയ്താൽ 500 ഉണ്ടാവും. പിന്നെ 50ഉം 20ഉം ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവും? 70 ഉണ്ടാവും. ഇനി നോക്കിയേ, 2ഉം 6ഉം ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവുക? 2ഉം 6ഉം ആഡ് ചെയ്താൽ 8 ഉണ്ടാവും. അപ്പൊ നമുക്ക് 500 ഉണ്ട്, 70 ഉണ്ട്, 8 ഉണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലെ? ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ മൈൻഡിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. മൈൻഡിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുണ്ടോ നോക്കിക്കോ. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ചോദ്യം ഇതാണ്, 346 പ്ലസ് 121. ഇതൊന്ന് മൈൻഡിൽ ഒന്ന് ഇതുപോലെ ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ആഡ് ചെയ്യാണ്ട് ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 400 വരുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 60 വരുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7 വരുന്നുണ്ട്. അപ്പൊ മൈൻഡിലാണ് നമ്മുടെ 400ഉം വരുന്നത്, 60 വരുന്നതും
6 വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങോട്ട് മൈൻഡിൽ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 466 എന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് 100 അല്ല 1000 ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. 6 1 7 അല്ലേ? ഞാൻ എഴുതി തെറ്റിപ്പോയതാ കേട്ടോ. 6 + 1 7 ആണ്. ഓക്കെ, താങ്ക് യു. നോക്കിയേ, അടുത്ത് നോക്കിയേ. 2 4 2 6 2000 ആണ്. ഇവിടെ ഒരു 4132 ഇത് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതുപോലെ ആലോചിച്ച് നോക്കി. 2000ഉം 4000ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരുന്നു മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു 6000 ഉണ്ട്. ഇത് രണ്ടും കൂടെ 400ഉം 100ഉം ആഡ് ചെയ്യുമ്പോൾ 500 ഉണ്ട്. ഇത് 200ഉം 100ഉം 300 ആഡ് ചെയ്യുമ്പോൾ 20ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 20ഉം 30ഉം ആഡ് ചെയ്യുമ്പോൾ 50 ഉണ്ട്. 6ഉം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട് നോക്കിയേ, 8. അപ്പൊ ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്യാം. മൈൻഡിൽ നിങ്ങളെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്യാം. ഇനി ഇതിന്റെ അടുത്തൊരു സംഗതി പറഞ്ഞുതരാം. നമ്മൾ ഘടകം കൊടുത്തിട്ടൊക്കെ ആഡ് ചെയ്യുന്ന പരിപാടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 56 + 29 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അപ്പോ ഇതിന് നമുക്ക് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. 6ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ 9 കഴിഞ്ഞിട്ട് 6 കയ്യിലെടുത്തിട്ട് ആഡ് ചെയ്യാം. 10 11 12 അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 15 വരും. 15 5 ഇവിടെ എഴുതും, മുകളിൽ ഇവിടെ എഴുതും, എന്നിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം. ഇതേ ചോദ്യത്തെ ഇതുപോലെ നമുക്ക് മൈൻഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 56 + 29 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് 50ഉം 20ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 50ഉം 20ഉം ആഡ് ചെയ്താൽ 70 ആണ്. അത് മനസ്സിലായി. പിന്നെ 6ഉം 9ഉം ആഡ് ചെയ്താൽ വരെ 15 ആണ് അല്ലെ? 15 ആണ്. അപ്പൊ 70ന്റെ കൂടെ 10ഉം കൂടെ കൂട്ടുമ്പോൾ 80 ആയി. പിന്നെ ഒരു 5ഉം കൂടെ കൂട്ടുമ്പോൾ 85 ആയി. ഇങ്ങനെ ഇത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ്? ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. 27 + 38 അങ്ങനെ കൂട്ടിക്കോ. 38 ഇതൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 20ഉം 30ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരുന്നു? മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ മൈൻഡിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മൈൻഡിൽ 50 എന്ന് മൈൻഡിൽ വെക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര ഉണ്ട് നോക്കാം. 20ഉം 30ഉം ആഡ് ചെയ്താൽ 50 ആണെന്ന് അറിയാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്കറിയാം 15 ആണ്. അപ്പൊ 50ന്റെ കൂടെ 50ന്റെ കൂടെ 10ഉം കൂടെ കൂട്ടിയാൽ 60, പിന്നെ ഒരു 5 കൂടെ കൂട്ടുമ്പോൾ 65. ഇങ്ങനെ പോയാൽ മതി. കടമെടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ 40 നോക്കൂ. 48 + 26 ഒന്ന് മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കറക്റ്റ് ആയി വരുന്നുണ്ടോ നോക്കിയാൽ. ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് വലിയ നമ്പേഴ്സ് ഒക്കെ മൈൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും കൂടെ 60 ആണ്. 40ഉം 20ഉം കൂടെ 60 ആണ് എന്ന് മൈൻഡിൽ വെക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 ആണ്, 14 ആണ്. അപ്പൊ ആ ഒരു 14ഉം കൂടെ ഇതിന്റെ കൂടെ 60ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ 70, പിന്നെ ഒരു 4 കൂടെ കൂട്ടുമ്പോൾ 74 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ കൂടെ ലാസ്റ്റ് ഈ മോഡൽ ഒരു എക്സാമ്പിൾ കൂടെ ശ്രദ്ധിച്ചോ. 85 + 56 എന്തായിരിക്കും വരിക നോക്കാം. 85 + 56 ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ 80ഉം 50ഉം കൂടെ കൂട്ടാം. 8ഉം 5ഉം 80ഉം 50ഉം കൂടെ കൂട്ടുമ്പോ 130 കിട്ടി. വെരി ഗുഡ്, 130 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടി? 11 കിട്ടി. 130ഉം 11ഉം കൂടെ എത്ര ഉണ്ടാവും? മനസ്സിലൊന്ന് കണക്കൂട്ടിയൊക്കെ. 130ഉം 11ഉം കൂടെ കൂട്ടിയാലേ 130ഉം 10ഉം 140, പിന്നെ ഒരു 1ഉം, അപ്പൊ 141. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. ഇത് മൈൻഡിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പറ്റുന്ന ആളുകളെ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം.
മൈൻഡിൽ പറ്റുന്നു എങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. മൈൻഡിൽ ചെയ്യാൻ കഴിയുന്നവർ മാത്രം എസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തൊരു ചോദ്യം എഴുതുന്നുണ്ട്. ഇതൊന്ന് മൈൻഡിൽ നിന്ന് ആർക്കെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. മൈൻഡിൽ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇവിടെ നമുക്കറിയാം 900ഉം 200ഉം 900ഉം പിന്നെ ഒരു 100ഉം കൂടെ 1000 ആയി. അപ്പൊ 200 എന്ന് പറയുമ്പോൾ 1100 ആയി. ഇത് രണ്ടും കൂടെ. ഇനി നോക്ക് 20ഉം 80ഉം കൂടെ 100 ആയി. 20ഉം 80ഉം കൂടെ 100 ആയി. പിന്നെ 1ഉം 2ഉം കൂടെ 3 ആയി. അപ്പൊ നോക്കിയേ നിങ്ങള് എത്രയാ? ഇവിടെ 1100ഉം ഉണ്ട്, പിന്നെ ഒരു 100ഉം കൂടെ ഉണ്ട്. അപ്പൊ 1200 ആയി. പിന്നെ അതിന്റെ കൂടെ ഒരു 3ഉം കൂടെ കൂട്ടി 1203 ആയി. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു 3 ഡിജിറ്റ് തന്നു നോക്കട്ടെ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3 ഡിജിറ്റ് തരാണെങ്കിൽ ചെയ്ത് നോക്കിയേ. 921ഉം 382ഉം 421ഉം. ഇതൊന്ന് ഇതുപോലെ എത്ര ഡിജിറ്റ് എന്നാലും മൈൻഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 900ഉം ഉണ്ട്, ഒരു 300ഉം ഉണ്ട്, ഒരു 400ഉം ഉണ്ട്. അപ്പൊ എത്ര വരും ആദ്യം നോക്കാം. 900ഉം 300ഉം അപ്പൊ 1200 ആയി. 1200. 1200ഉം പിന്നെ ഒരു 400ഉം കൂടെ എത്രയായി? അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു 1600 ആയി. 1600 ആയി. ഇനി 20ഉം 80ഉം 20ഉം 80ഉം 100 ആയി. പിന്നെ ഒരു 20ഉം കൂടെ, അപ്പൊ 120 ആയി എന്ന് മനസ്സിലായി. പിന്നെ നോക്കിയേ 1ഉം 2ഉം കൂട്ടിയാ 3, 1ഉം കൂടെ കൂട്ടിയാ 4. അപ്പൊ 1600ഉം പിന്നെ 120ഉം പിന്നെ 4ഉം 1600ന്റെ കൂടെ ഒരു 100ഉം കൂടെ കൂട്ടിയ 1700. 1700ഉം 20ഉം 1720, പിന്നെ ഒരു 4ഉം. അപ്പൊ 1724 എന്ന് കിട്ടും. ഓക്കെ ആണെങ്കിൽ എസ് പറയാം. ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ എസ് പറയാം. നമ്മൾ സ്പീഡ് മാത്സിലെ ഈസി മാത്സിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. കുറച്ചുകൂടെ വലുതാക്കാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസി ആവൂട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈസി. 1334 1334ഉം 521ഉം കൂട്ടി അതിന്റെ കൂടെ 622 ആഡ് ചെയ്തു. അതിന്റെ കൂടെ 831 ആഡ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു 1000 ഉണ്ട്. 1000 അവിടെ കിടന്നോട്ടെ. പിന്നെ 300ഉം 500ഉം 600ഉം 800ഉം എത്രയായി ഇപ്പത്? ഒന്നുകൂടെ നോക്കിയേ. ഏതൊക്കെയാണ്? ഇത് രണ്ടും കൂടെ 800 ആയി. 800ഉം 800ഉം 600ഉം 1400. അപ്പൊ ഇതും കൂടെ കൂട്ടുമ്പോഴോ 2200. ശരിയല്ലേ നോക്കിയേ? ശരിയല്ലേ നോക്കിയേ? ഇത് നോക്കിയേ 14 8 അല്ലേ? 1400 പിന്നെ 1900 2200. അത് കഴിഞ്ഞു. ഇനി നോക്കിയേ 20ഉം 30 20ഉം 50 50 20 70 70 20ഉം 100. അപ്പൊ അതൊരു 100 ആയി. ഇത് നോക്കിയേ 4ഉം 1ഉം 5 5ഉം 2ഉം 7 7ഉം 1ഉം 8. ഇവിടുന്ന് നോക്കിയേ 1000ഉം 2000ഉം അപ്പൊ 3000 ആയി. 200ഉം 100ഉം അപ്പൊ എത്രയായി? 300 ആയി. പിന്നെ ഒരു 8ഉം കൂടെ ഉണ്ട്. അപ്പൊ 2308 എന്ന് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു. അടിപൊളി അടിപൊളി. ഇങ്ങനെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുക. ആഡ് ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ മനസ്സിനെ വേഗത്തിൽ ക്രിയകൾ ചെയ്യുന്ന ഐറ്റംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള കൂടുതൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഏരിയയും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ഒരു സംഗതി പറയട്ടെ. അഡീഷന്റെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഇനി അഡീഷന്റെ ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരാം. കംപ്ലീറ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. മക്കളോട് ചോദ്യം ചോദിക്കാണേ. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു. ഒരു 3000 അതിൽ നിന്ന് 1768 സബ്ട്രാക്ട് ചെയ്യണം, കുറക്കണം എന്ന് വിചാരിക്കാം. ഇത് ഒന്ന് ചെയ്തിട്ട് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതൊന്ന് ചെയ്തു നോക്കിയേ. ചിലർക്ക് അറിയുണ്ടാവും, ചിലർക്ക് കുറെ സമയം പോകുന്നുണ്ടാവും.
കുഴപ്പമില്ല, നമ്മളൊന്ന് ചെയ്തു നോക്കാം. ഇതിനെ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ബോർഡിലേക്ക് കാണുന്നല്ലോ അല്ലെ? ഓക്കെ അല്ലെ? ഇതൊന്ന് ചെയ്തു നോക്കിയ ഞങ്ങള് എങ്ങനെയാ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആൻസർ കിട്ടിയാ ഒന്ന് ടൈപ്പ് ചെയ്തോ. യെസ്, ഫാദിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്തത് എങ്ങനെയായിരിക്കും? ഇത് രണ്ട് മെത്തേഡും കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ ഒന്നും കടം കൊടുക്കാനില്ല. അപ്പൊ ഇവിടുന്ന് ഇത് രണ്ടാക്കിയിട്ട് ഒന്ന് ഇതിൽ കൊടുത്തു, അപ്പൊ ഇത് 10 ആയി. ഇതിൽ നിന്ന് ഒന്ന് ഇതിൽ കൊടുത്തു, അപ്പൊ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. ആ 10ൽ നിന്ന് ഒന്ന് അപ്പുറത്തേക്ക് കൊടുത്തു, അപ്പൊ ഇവിടെ 9 ആയി, ഇത് 10 ആയി. അതിനുശേഷം 10ൽ നിന്ന് 8 കുറച്ചു 2 ആയി, 9ൽ നിന്ന് 6 കുറച്ചു 3 ആയി, 9ൽ നിന്ന് 7 കുറച്ചു 2 ആയി, 2ൽ നിന്ന് 1 കുറച്ചു 1 ആയി. ഇങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ വേറെ മെത്തേഡും ചെയ്തിട്ടുണ്ടാവും. സമയക്കുറവ് കൊണ്ട് ഞാൻ എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിനൊരു ഈസി ട്രിക്ക് ഞാൻ പറയാം. അറിയുന്നവരുണ്ടാവും, എന്നാലും ഒന്നുകൂടെ പറയാം. ഡോണ്ട് വറി, റംലക്ക് മനസ്സിലായിട്ടില്ല, പേടിക്കണ്ട. കുറയ്ക്കുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, മനസ്സിലായിട്ടില്ല, പേടിക്കണ്ട. വേറൊരു ട്രിക്ക് ഞാൻ തൽക്കാലം പറഞ്ഞുതരാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ചെയ്യുന്നതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഡോണ്ട് വറി. ഇതില് ഒരു മനസ്സിൽ ചെറിയ ട്രിക്ക് ചെയ്താൽ ഇത് ഈസിയാണ്. ഇതിന്ന് ഒന്ന് കുറയ്ക്കണം. ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതിന്നൊരു ഒന്ന് കുറയ്ക്കണം. ഒന്ന് കുറയ്ക്കണതിന് ഇതിന്ന് ഒന്ന് കുറച്ചാൽ നമുക്കറിയാം 2999 അല്ലേ? 3000 നിന്ന് ഒന്ന് കുറച്ചാല് കിട്ടും. ഇതിന്ന് ഒന്ന് കുറച്ചാല് 1767 അല്ലേ? അപ്പൊ രണ്ടിടത്തുനിന്ന് ഞാൻ ഒന്ന് കുറച്ചു. ഇനി വളരെ ഈസിയാണ്. ഇനി കട എടുക്കുന്ന പരിപാടിയേ ഇല്ല. എന്താ ചെയ്തത്? 3000 നിന്ന് ഒന്ന് കുറച്ചു, ഈ നമ്പറിന് ഒന്ന് കുറച്ചു, ലാസ്റ്റിന് ഒന്ന് കുറച്ചു. അപ്പൊ നമുക്ക് കിട്ടിയ നോക്കിയാൽ ഇനി വളരെ ഈസിയാണ്. 2000 നിന്ന് 1000 കുറച്ചാൽ 1000, 900 നിന്ന് 700 ചോദിച്ചാൽ 200, 90 നിന്ന് 60 കുറച്ചാൽ 30, 9 നിന്ന് 7 കുറച്ചാൽ 2. ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയ നോക്കിയേ. വളരെ ഈസിയാണ്. ഒരു എക്സാമ്പിൾ കൂടെ തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യം മനസ്സിലാവും. ഒരു എക്സാമ്പിൾ കൂടെ തരാം. നോക്കിയേ, ഒരു എക്സാമ്പിൾ കൂടെ. ഇപ്പോ ഒരു 5000 ഉണ്ടെന്ന് വിചാരിക്കാം. 5000 നിന്ന് 2372 കുറയ്ക്കണം എന്ന് പറഞ്ഞു വിചാരിക്കാം. കടെടുക്കാതെ ഇതിന്നൊരു ഒന്ന് കുറയ്ക്കുക, ഇതിന്നൊരു ഒന്ന് കുറയ്ക്കുക. അപ്പൊ നമുക്ക് പുതിയ രണ്ട് നമ്പർ കിട്ടും. ഇതിന്ന് ഒന്ന് കുറച്ചിട്ട് നമ്പർ ചെയ്താ, ഇതിന്ന് ഒന്ന് കുറച്ചിട്ട് നമ്പർ ചെയ്യാ. എന്നാൽ പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്ന് ഒന്ന് കുറച്ചാൽ നമുക്കറിയാം 4999 ആണെന്ന് അറിയാം. 5000 ഒന്ന് കുറച്ചു. ഇതിന്ന് ഒന്ന് കുറയ്ക്കുക, അപ്പൊ എത്ര? 2371. ഇനി കണ്ണടച്ച് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. നോക്കിയേ, വളരെ സിമ്പിൾ ആയിരിക്കും. 4000 നിന്ന് 2000 കുറച്ചാൽ 2000. 9 നിന്ന് 3 കുറക്കുക, അതായത് 900 നിന്ന് 300 കുറക്കുക, അപ്പൊ 600 ആയിരിക്കും. 9 നിന്ന് 7 കുറക്കുക, അപ്പൊ 2 ആണ് അല്ലെ? 90 നിന്ന് 70 കുറക്കുക, 9 നിന്ന് 1 കുറക്കുക, 8. ആൻസർ ഇത്രേ ഉള്ളൂ. ഈ ജാതി ഇടങ്ങാറ് പിടിച്ച പണിയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്. ഇത് ഇഷ്ടമായ ആൾക്കാര് ഓക്കെ എന്ന് പറയും. ഈ ട്രിക്ക് മനസ്സിലായി, ഇത് ഓക്കെ ആണ്, ഇഷ്ടമായി എന്ന് തോന്നുന്നതൊക്കെ ഓക്കെ പറഞ്ഞേ. ഇഷ്ടമായെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ. എങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്തൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഈ ട്രിക്ക് ഉപയോഗിച്ച് അടുത്തൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോ. 7000 minus 4356. ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ട്രിക്ക്. അതായത് ഇതിന്ന് ഒന്ന് കുറയ്ക്കുക, ഇതിന്ന് ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ആ രണ്ട് നമ്പറുകൾ എഴുതുക, അത് കുറച്ച് വെക്കാം. ഇതിന്നൊന്ന് കുറച്ച് ചെയ്താ, ഇതിനൊന്ന് കുറച്ച് ചെയ്താ, എന്നിട്ട് ആ രണ്ട് നമ്പറുകൾ കുറച്ചിട്ട് പെട്ടെന്ന് ചെയ്യാം. കട എടുക്കുന്ന പരിപാടിയൊക്കെ ഒഴിവായി. മനസ്സിലായില്ല? ഇതിന്നൊന്ന് കുറയ്ക്കണം. ഇതിന്നൊന്ന് കുറച്ചാൽ എന്താ സംഭവിക്കാം? 6999. 6990. ഇതിന്നൊന്ന് കുറയ്ക്കാം, അപ്പൊ 4355. ഒന്ന് കുറക്കുമ്പോ 5 ആവും. ഈ നേരെ അങ്ങോട്ട് കുറക്കാം. ഒന്നും ആലോചിക്കാല്ലേ, ഇവിടുന്ന് നേരെ അങ്ങോട്ട് കുറച്ചോ.
നേരെ കുറച്ച് 2, ഇവിടെ കുറച്ച് 6, ഇവിടെ കുറച്ച് 4, ഇവിടെ കുറച്ച് 4 താഴെ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മള് കുറച്ച് ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പറയാം. അതിനുശേഷം അഡ്വാൻസ് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ടാബിള് എഴുതാൻ പറയാണ് ഞാൻ. അടുത്തേക്ക് പോവാണ്. ഇത് ഓക്കെ ആണെങ്കിൽ സബ്ട്രാക്ഷന്റെ ഒരു ചെറിയ ട്രിക്ക് മാത്രം എന്ന് പറഞ്ഞു, ബാക്കി നമുക്ക് പറയാം. അടുത്ത് നോക്കിക്കോ. ഓക്കെ, റെക്കോർഡർ തരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും അത് കണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിക്കാം. ഓക്കെ, ഇതാ വരുന്നു അടുത്ത്. നിങ്ങൾക്ക് എന്റെ ചോദ്യം, 2ന്റെ ടേബിള് ഏതാണ് അറിയാം? 2ന്റെ ടേബിള് ഏറ്റവും ആദ്യം 2ന്റെ ടേബിൾ ആരാ എഴുതി കഴിയാൻ നോക്കട്ടെ. എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരുമിച്ച് 2ന്റെ ടേബിൾ ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്ത് തരണം. ഞാൻ എഴുതി കഴിയുന്നതിന് മുമ്പ് 2ന്റെ ടേബിൾ ചാറ്റ് ബോക്സിൽ തരണം. എത്ര പേർക്ക് പറ്റും നോക്കട്ടെ കേട്ടോ. 1 into 2 equal to 2. 2 2s are 4. 3 2s are 6. 4 2s are 8. 5 2s are 10. 6 2s are 12. 7 2s are 14. 8 2s are 16. 9 2s are 18. 10 2s are 20. ഏത് കഴിഞ്ഞ ആരെങ്കിലും ചെയ്തോ? വാവ്, ആഹാ, അടിപൊളിയായിട്ട് ഒരുപാട് പേര് ചെയ്തു. സന്തോഷം ഒരുപാട്. എന്റെ ചോദ്യം അതല്ല, ഞാൻ ചോദ്യം ഒന്ന് മാറ്റി. 2ന്റെ ടേബിൾ വേണ്ട എനിക്ക് 20ന്റെ ടേബിൾ മതി. 20ന്റെ ടേബിൾ മതി. എന്താ ചെയ്യാ? 20ന്റെ ടേബിൾ ആണ് എനിക്ക് വേണ്ടത്. 20ന്റെ ടേബിൾ ആണ് എനിക്ക് വേണ്ടത്. എന്ത് ചെയ്യും? 20ന്റെ ടേബിൾ ആണ് എനിക്ക് വേണ്ടത്. എന്ത് ചെയ്യും? എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? അത്രേ ഉള്ളൂ. 20ന്റെ ടേബിൾ ആണ് ചോദിക്കുന്നത് വെച്ചാൽ ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കും അല്ലെ? എല്ലാവർക്കും അറിയാം 20ന്റെ ടേബിൾ എല്ലാവർക്കും അറിയാം. എങ്കിൽ എന്റെ ചോദ്യം, 20ന്റെ ടേബിളും വേണ്ട, എനിക്ക് 200ന്റെ ടേബിൾ വേണം. 200ന്റെ ടേബിൾ വേണം. അപ്പൊ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കും. 200ന്റെ ടേബിൾ, ഒരു 200, 200. അപ്പൊ 200ന്റെ ടേബിൾ പെട്ടെന്ന് ചെയ്യാം. 200ന്റെ ടേബിൾ ചെയ്യാം. 200ന്റെ ടേബിൾ ചെയ്യാനുള്ള ഐഡിയ മനസ്സിലായോ? 2 0 ഇട്ട് കൊടുത്താൽ മതി. ഈ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായാൽ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാലോ. എന്റെ ചോദ്യം ഇതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഏറ്റവും ആദ്യം ആരാണ് ആൻസർ തരുന്നത് നോക്കാണ്. എന്റെ ചോദ്യം ഇതാണ്. 5ന്റെ ടേബിൾ അറിയാത്തവരാരും ഇല്ലല്ലോ. 5ന്റെ ടേബിൾ അറിയാത്ത ആരും ഇല്ലല്ലോ. ചോദ്യം ഇതാണ്. 5ന്റെ ടേബിൾ അല്ല, 5000ന്റെ ടേബിൾ ആണ് ചോദിച്ചത്. എത്രയുടെ? 5000ന്റെ. 5ന്റെ അറിയുന്ന ഒരാൾക്ക്, 5ന്റെ അറിയുന്ന ആൾക്ക് എന്താ 5000ന്റെ ടേബിൾ ഈസി ആയിട്ട് പറയാൻ പറ്റും. 5ന്റെ അറിയുന്ന ഒരാൾക്ക്, 5ന്റെ ടേബിൾ അറിയുന്ന ആൾക്ക് 5000ന്റെ ടേബിൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 5ന്റെ ടേബിൾ അറിയുന്ന ആൾക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ 5000ന്റെ ടേബിൾ ഏറ്റവും ആദ്യം ആരാണ് എഴുതി തീരാൻ നോക്കട്ടെ. 5000ന്റെ ടേബിൾ ഏറ്റവും ആദ്യം ആര് എഴുതി തീരും? സിമ്പിൾ പരിപാടിയാണ് അല്ലേ? സിമ്പിൾ പരിപാടിയാണ്. ഇത് 5000 ആയിരിക്കും. ഇത് 10 into പിന്നെ 1000 ഇട്ടാ മതി. അടുത്തത് 15 പിന്നെ 1000 ഇട്ടാ മതി. പിന്നെ 20 പിന്നെ 1000 ഇട്ടാ മതി. ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ ആൻസർ കിട്ടും. പെട്ടെന്ന് ചെയ്ത് നോക്കി. അപ്പൊ നോട്ട്ബുക്കിൽ ഈ സാധനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുക. ഇനി നമ്മൾ ടേബിൾ പഠിക്കുമ്പോ 1 മുതൽ 10 വരെ എല്ലാ ടേബിൾ അല്ല, അതിന്റെ മുകളിലുള്ള ടേബുകൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ നമ്മുടെ മൈൻഡ് പവർ കൂടും. സ്പീഡ് ആൻഡ് അക്യുറസിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എസ് പറയണം. ഫുൾ എഴുതി കഴിയണം കേട്ടോ. ഫുൾ എഴുതി കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യണേ. ഫുൾ എഴുതണേ. നോട്ട്ബുക്കിൽ വേണം കേട്ടോ. നോട്ട്ബുക്കിൽ ഫുൾ എഴുതണം. എഴുതുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഫുൾ ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോ ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഇത് 5ന്റെ ടേബിൾ നിങ്ങൾ പഠിച്ചു,
2ന്റെ ടേബിൾ അറിയാമെങ്കിൽ 200ന്റെ അറിയാം. 5ന്റെ ടേബിൾ അറിയാമെങ്കിൽ 5000ന്റെ അറിയാം. എന്റെ ചോദ്യം ഇതാണ്, 300ന്റെ ടേബിൾ ഒന്ന് പറയണം. ഏത്? 300ന്റെ ടേബിൾ പറയണം. 300ന്റെ ടേബിൾ പറയണം. 300ന്റെ ടേബിൾ പെട്ടെന്ന് എന്റെ കൂടെ മത്സരിച്ച് ചെയ്യണേ. 300ന്റെ ടേബിള് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എഴുതി കഴിഞ്ഞാൽ എന്നോട് അന്ന് അറിയിക്കാം. 300ന്റെ ടേബിള്. 3ന്റെ ടേബിളിൽ അറിയാൻ എനിക്ക് വളരെ ഈസിയാണ്. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12. അപ്പോ 1200. That means 1200. ഇങ്ങനെ 300ന്റെ ടേബിള് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ ഇത് വളരെ ഈസി ആവും. ഇനി നമ്മൾ കുറെ ട്രിക്കുകൾ അറിയുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. ആ ട്രിക്കുകൾ നമുക്ക് എങ്ങനെ ഒക്കെ ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം. ട്രിക്കുകൾ നമുക്ക് മാത്സ് ഈസി ആക്കാൻ ഫൗണ്ടേഷൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ പറഞ്ഞത്. മനസ്സിനെ എങ്ങനെ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ മൈൻഡിനെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും 9ന്റെ ടേബിൾ അറിയുണ്ടാവും. 9ന്റെ ടേബിള് ചെയ്യാനുള്ള ട്രിക്ക് അറിയുന്നവര് ആ ട്രിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്യാം. 9ന്റെ ടേബിൾ ചെയ്യാനുള്ള ട്രിക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെയ്യാം കേട്ടോ. 9ന്റെ ടേബിൾ അറിയാവുന്നവര് ആ ട്രിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്യാം. ട്രിക്ക് അറിയാവുന്നവര് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ട്രിക്ക് അറിയുന്നവര് പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ. എത്ര ആൾക്കാർക്ക് ട്രിക്ക് അറിയാൻ നോക്കാണ്. ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് അടുത്തത് ചെയ്യുന്ന ആൾക്ക് പ്രൈസ് നമ്മൾ തരും. 9ന്റെ ട്രിക്ക് അറിയുന്നവർക്ക് അടുത്ത ഐറ്റം ആ 9ന്റെ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യും നമ്മള്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൈസ് നൽകും. അത് എന്താന്ന് പറയാം. അപ്പൊ ആദ്യം ഇതൊന്ന് ഫുൾ എഴുതി വെച്ച് നോക്കുക. ട്രിക്ക് അറിയുന്നവര് പേരൊന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. യെസ്, സംഭവം കുറെ ആൾക്കാർ റയ്യാനുണ്ട്, നൂറ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഇവിടെ 09 അല്ലെങ്കിൽ 9 മാത്രം എഴുതിയാലും മതി. പിന്നെ എന്താവും? 18 ഉണ്ടാവും. പിന്നെ 27 ഉണ്ടാവും. ട്രിക്ക് അറിയുന്ന ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? വേദൊക്കെ അറിയാം, ഒരുപാട് പേർക്ക് അറിയാം. ട്രിക്ക് അറിയുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തു പോയിണ്ടാവില്ല. 3 4 5 6 7 8 9 ഇങ്ങനെ എഴുതിയില്ലേ? കറക്റ്റ് അല്ലേ? ഇവിടുന്ന് താഴ്ന്ന് മുകളിലേക്ക് എഴുതും. 0 1 2 3 4 5 6. ഇത് ഇനിയാണ് മക്കളെ കളി കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, 9ന്റെ ടേബിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വേറെ കുറെ ടേബിളുകൾ പഠിക്കാൻ പറ്റും. അതിൽപ്പെട്ട ഒരു ടേബിൾ ഞാൻ പറയാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഈ ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി ഞാൻ പറയുന്ന ട്രിക്ക് വളരെ ഈസിയാവും. നോക്കിക്കോട്ടോ. ഇപ്പോ നമ്മള് നോക്കണേ, ഞാൻ ഇവിടെ ചെയ്യുന്നത് നോക്കിക്കോട്ടോ. 109നെ 1 കൊണ്ട് ഗുണിച്ചു, എന്താ കിട്ടുക? 109നെ 1 കൊണ്ട് ഗുണിച്ചു. 1 9 9. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഗുണിക്കാം, അവിടുന്ന് ഇങ്ങോട്ട് ഗുണിക്കാം. രണ്ട് രീതിയിലും ചെയ്യാം അല്ലെ? അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഗുണിക്കാം, ഇങ്ങോട്ടും ഗുണിക്കാം. അപ്പൊ 109നെ 2 കൊണ്ട് ഗുണിച്ചു നോക്കിയേ. 1 2 2, 2 0 0, 2 9 18. ഇവിടുന്ന് അങ്ങോട്ടും ഗുണിക്കാം, ഇവിടുന്ന് അങ്ങോട്ടും ഗുണിക്കാം. അപ്പൊ 109നെ 3 കൊണ്ട് ഗുണിച്ചു നോക്കിയേ. അപ്പൊ 1 3 3, 3 9 27. കണ്ടോ? ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായ ആൾക്കാർക്കുള്ളതാണ്. നിങ്ങളോട് 109ന്റെ ഗുണനപ്പട്ടിക അല്ലെങ്കിൽ ടേബിൾ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. 1 109, 2 109, 3 109. ഇത് ഏറ്റവും ആദ്യം ഈ ടേബിൾ ആരാണ് എഴുതി തീരാന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഈ ടേബിള് ഏതിന്റെ ടേബിളാണ്? 109ന്റെ ടേബിൾ. 109ന്റെ ടേബിള് ഏറ്റവും ആദ്യം എഴുതി തീരുന്ന ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 109ന്റെ ടേബിള് കണ്ടെത്താനുള്ള 109ന്റെ ടേബിൾ കണ്ടെത്താനുള്ള ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ ജില്ലയുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഏത് ജില്ലക്കാർക്കാണ് ഏറ്റവും ആദ്യം ഈ 109ന്റെ ടേബിളിനുള്ള ട്രിക്ക് മനസ്സിലായത് നോക്കട്ടെ. 109ന്റെ ടേബിൾ കണ്ടെത്താനുള്ള ട്രിക്ക് മനസ്സിലായ ആളുകൾ ജില്ലയുടെ പേര് ടൈപ്പ് ചെയ്യാ. 109ന്റെ ടേബിൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 9ന്റെ ടേബിൾ പഠിച്ചാൽ 109ന്റെ ടേബിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. 109ൻ്റെത് 109 നിങ്ങൾക്ക് അറിയാം. ഇത് നേരെ അങ്ങോട്ട് എഴുതാ. എങ്ങനെ? 2 3 4 5 6 7 8 9 10 എന്ന് എഴുതാ. ഇനി എന്താ ചെയ്യാ? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? ഇവിടെ 0 ആണെങ്കിൽ 1 2 3 4 5 6 7 8 9. എന്നിട്ട് നേരത്തെ പഠിച്ചില്ലേ? ഇവിടുന്ന് താഴ്ന്ന 0 1 2 3 4 5 6 7 8. കണ്ടോ? യെസ്. ഇവിടെ ഒരു ട്രിക്ക്. ഇത് ഓക്കെ ആയ ആൾക്കാർ, ഇത് മനസ്സിലായ ആൾക്കാർ മാത്രം ഒരു യെസ് പറയാം. ഇത് മനസ്സിലായ ആളുകൾ മാത്രം ഒരു യെസ് പറയാം. നോക്കട്ടെ, ഇന്ന് നമ്മൾ ടുഡേയ്സ് വിന്നർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇന്നത്തെ വിജയെ നമ്മൾ കണ്ടുപിടിക്കും. സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുന്ന വിന്നർ നമ്മൾ കണ്ടുപിടിക്കും. ഇത് ഓക്കെ ആയോ? ട്രിക്കാണ്. വേഗത്തിൽ പറഞ്ഞു കേട്ടോ. ഇനി ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ റെക്കോർഡർ കാണുക എന്നുള്ള നിവൃത്തിയുള്ളൂ. റെക്കോർഡർ നിങ്ങൾക്ക് തരും, ആ സമയത്ത് കാണാം. നമുക്ക് സമയക്കുറവുകൊണ്ട് സ്പീഡ് ഓടിച്ചു പോകും. ഇനി രസകരമായ സംഗതി, 109ന്റെ ടേബിൾ നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് 1009ന്റെ ടേബിൾ ചെയ്യാൻ പറ്റും. 1009ന്റെ ടേബിള് നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ 1009നെ 9 കൊണ്ട് വിളിച്ചു നോക്കിയേ. ഒരു 1 1, പിന്നെ ഒരു 0 0, ഒരു 0 0, ഒരു 9 9. കണ്ടോ? ഇനി 1009നെ 2 കൊണ്ട് വിളിച്ചു നോക്കിയേ. 2 കൊണ്ട് വിളിച്ചു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഒരു 2 2, ഒരു 0 0, 2 0 18 ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ചെയ്ത് നോക്കട്ടോ. 2018. അങ്ങനെയാണെങ്കിൽ 1009നെ 3 കൊണ്ട് വിളിച്ചു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് 3027 കിട്ടും. ഇപ്പൊ അതിന്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട്, ഇതിന്റെ ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എഴുതുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ടേബിൾ എഴുതാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒരു ഗ്രീൻ ലൈക്ക് ഇടാം കേട്ടോ. ഒരു ഗ്രീൻ ലൈക്ക് ഇടാം. ഇതിന്റെ ടേബിൾ, അതായത് 1009ന്റെ ടേബിളിന്റെ ട്രിക്ക് മനസ്സിലായ ആളുകളെ, 1009ന്റെ ട്രിക്ക്, ടേബിളിന്റെ ട്രിക്ക് 1009ന്റെ 1009ന്റെ ടേബിളിന്റെ ട്രിക്ക് മനസ്സിലായവർ മാത്രം. 1009ന്റെ ടേബിളിന്റെ ട്രിക്ക് മനസ്സിലായ ആളുകൾ മാത്രം ഒരു ഗ്രീൻ ലൈക്ക് ഇടുക. ഗ്രീൻ ലവ് ആയാലും മതി, അല്ലെങ്കിൽ ഗ്രീൻ ഫയർ. ഒരു ഗ്രീനിൽ എന്തെങ്കിലും സാധനം. ഓക്കെ, ആരാണ്? എത്ര ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. എത്ര ആൾക്കാർക്ക് ഇത് കിട്ടി നോക്കട്ടെ, ഈ ട്രിക്ക് കിട്ടി നോക്കട്ടെ. ഈ ട്രിക്ക് മനസ്സിലായ അതാണ്. ആദ്യത്തത് 1009 തന്നെ. പിന്നെയോ? പിന്നെ 2018 ആണ് അല്ലേ? 2 3 4 5 6 7 8 9 10 ഇങ്ങനെ അങ്ങോട്ട് എഴുതും. പിന്നെന്താ? യെസ്, സിമ്പിൾ. പിന്നെ ഈസി. പിന്നെ 0 അങ്ങോട്ട് കിടക്കാം. 0 അങ്ങോട്ട് ചേർക്കാം. പിന്നെയോ? 1 തൊട്ടിട്ട് പോരാ. 1 2 3 4 5 6 7 8 9 അല്ലേ? 9. പിന്നെയോ? ഇവിടുന്ന് അങ്ങോട്ട് താഴ്ന്ന മോൾക്ക് എങ്ങനെയാ വേണ്ടത്? ഏതാ വേണ്ടത്? 0 0 1 2 3 4 5 6 7. കിട്ടിയോ? മനസ്സിലായോ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്ര ഉള്ളൂ ഇതിനപ്പോ. ഈസി. അതാണ്. നോക്കിയേ, ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ട്രിക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ട്രിക്കുകളല്ല, ട്രിക്ക് എങ്ങനെ ഉണ്ടാക്കാന്നും കൂടെ പഠിപ്പിച്ചു തരും. ട്രിക്കുകൾ മാത്രമല്ല, ട്രിക്ക് എങ്ങനെ ഉണ്ടാക്കാന്നും പഠിപ്പിച്ചു തരും. അതാണ്. എന്നാ വേറെ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇനി നല്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, പറയട്ടെ. അടുത്ത ചോദ്യം പറയട്ടെ. 99നെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 99 നമുക്കറിയാം. ഒരു 90 90 ആണ് എന്നും ഒരു 9 9 ആണെന്നും പറയാം. കൂട്ടി കഴിഞ്ഞാൽ 99 കിട്ടും.
ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 299, 99നെ 2 കൊണ്ട് ഗുണിക്കാം. നമുക്കറിയാം 290 180 ആണ് എന്നും 29 18 ആണെന്നും അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ 198 കിട്ടി. അയ്യവാ അയ്യവാ. ശരിക്കും ആലോചിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇപ്പോ ശരിക്കും ആലോചിച്ചാൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. അടുത്ത് നമ്മൾ ഏതൊക്കെയാന്ന് പോണെന്ന് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 99നെ 3 കൊണ്ട് വിളിച്ചു നോക്കിയേ, എന്താ സംഭവിക്കണം നോക്കിയേ. 3 9 27, 3 9 27 അല്ലേ? അപ്പൊ 270 27 കൂടെ കൂട്ടിയാല് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ. അപ്പൊ ചിലർക്കൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ തന്നെ. 297. ഈ നടുക്കത്തെ നമ്പർ ആണ് ഇല്ലാന്നു വിചാരിച്ചാൽ എന്താ സംഭവിക്കണം നോക്കിയാൽ മതി കേട്ടോ. ബാക്കി നമ്പർ ഇവിടെ 18 ഉണ്ട്, ഇവിടെ 27 ഉണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 499 കണ്ടെത്തുമ്പോ എന്തായിരിക്കും നടുക്ക് വരാന്നും അപ്പുറത്തും എന്താ വരാന്നുള്ളതും ട്രിക്ക് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് ഇതിന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 4 9 36. അപ്പൊ 360. 4 9 36 കൂട്ടി നോക്കിയേ. 3 9 6. നടുക്കത്തെ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. ബാക്കിയുള്ള നമ്പർ ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്നും കൂടെ എഴുതാം അല്ലെ? ഒരു നമ്പർ കൂടെ എഴുതി നോക്കാം. ഒരു നമ്പർ കൂടെ നോക്കിയേ. ഒരു നമ്പർ കൂടെ എങ്ങനെ? 99നെ 5 കൊണ്ട് ഗുണിച്ചു നോക്കാം. 99നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 9 5 45. 450ഉം 45. 450ഉം 45. നോക്കിയ നിങ്ങള്. അപ്പൊ 4 9 5. ഇത് നോക്കിയ നിങ്ങള്. അങ്ങനെയാണെങ്കിൽ ആ ടേബിളിന്റെ ട്രിക്ക് മനസ്സിലായില്ലേ? ആ ടേബിളിന്റെ ട്രിക്ക് മനസ്സിലായില്ലേ? ഏതിന്റെ? 99ന്റെ ടേബിളിന്റെ ട്രിക്ക് മനസ്സിലായി. അപ്പോ 1 99 എങ്ങനെയാണ്? 2 99 എങ്ങനെയാണ്? 3 99 എങ്ങനെയാണ്? 4 99 എങ്ങനെയാണ്? ആലോചിച്ചോക്കെ. 5 99 എങ്ങനെയാണ്? അപ്പൊ അതിന്റെ ട്രിക്ക് എങ്ങനെയാണ്? 1 99 നമുക്ക് സംശയമൊന്നുമില്ല, 99 തന്നെയാണ്. 2 9 അല്ലേ? ഇവിടെ ഒരു 0 ഉണ്ടെന്നാണ് വിചാരിച്ചാൽ മതി. 2 9 നമുക്കറിയാം 18 ആണ്. 3 9 27 ആണ്. 4 9 36 ആണ്. 5 9 45 ആണ്. ഇതിനെ കുറിച്ച് നമുക്ക് അറിയാം. പക്ഷെ ഇതിന് നടുക്കാരാ? നടുക്ക് എല്ലാരും നടുക്കൊരു 9 വരും. അയ്യവാ. അപ്പൊ ഇങ്ങനെ ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 6 99 എന്തായിരിക്കും? ട്രിക്ക് മനസ്സിലായില്ലേ മക്കളെ? ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്നു. 0 1 2 3 ഇങ്ങനെ പോയാൽ അടുത്തത് ആരായിരിക്കും നോക്കിയേ. അടുത്തത് ആരാ? 5 6 7 8 9 ഇങ്ങനെ പോവും. ഇങ്ങനെ പോവും. നടുക്കാരുണ്ടാവുക? ഇതിന് നടുക്കാരുണ്ടാവുക? ഇതിന് സെൻട്രൽ ആരാ? 9 9 9 9 9. കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാ കാണാന്. അടുത്തത് എന്തായിരിക്കും നോക്കിയേ. അടുത്തെന്താ? റിവേഴ്സ്. നേരത്തെ 0 1 2 3 4 ഇങ്ങനെ പോവും. ഈ ട്രിക്ക് മനസ്സിലായെങ്കിൽ എസ് പറഞ്ഞോ മക്കളെ. ഈ ട്രിക്ക് മനസ്സിലായാൽ എസ് പറഞ്ഞോ. ട്രിക്ക് നമ്മൾ ഉണ്ടാക്കുക ചെയ്യാം. ഇനി നമ്മൾ അലിച്ചു. ഇനി ഭയങ്കര രസകരമായ സംഗതി എന്താണെന്നറിയോ? ഇനി ഞാൻ പറയാതെ തന്നെ വലിയ വലിയ നമ്പറുകളെ കുറിച്ച് മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങും നിങ്ങൾക്ക്. വലിയ നമ്പറിന്റെ ടേബിളൊക്കെ ഞാൻ പഠിപ്പിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. ഒരു എക്സാമ്പിൾ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിന് ഞാൻ പറയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 999ന്റെ ടേബിള് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക. എന്താ നല്ല രസമാണിത്. ഇതിന്റെ ടേബിൾ നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 999 ഇതിന്റെ ടേബിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ എത്ര ആൾക്കാർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് ഒന്നാമത്തിന്റെ എല്ലാവർക്കും പറയാം 999 ആണ്. സംശയമൊന്നും. ഞാൻ വേണമെങ്കിൽ ആദ്യത്തെ ഒരു 0 ഒക്കെ ചേർക്കാം. രണ്ടാമത്തതിന്റെ 999നെ 2 കൊണ്ട് ഗുണിക്കണം. 2 900 1800 ആവും. പിന്നെ 2 90 എന്താവും? 180 ആവും. 2 9 18 ആവും. കൂട്ടി നോക്കിയ നിങ്ങള്. എന്ത് രസാ നോക്കിയേ. എന്ത് രസം നോക്കിയാ. ഇവിടെ 1 ഇവിടെ 9 ഇവിടെ 9 ഇവിടെ 8. ചില ആൾക്കാർക്ക് ഇപ്പോഴെന്നെ ട്രിക്ക് മനസ്സിലായിട്ടോ. ചില ആൾക്കാർക്ക് ട്രിക്ക് ഇപ്പോഴേ കിട്ടി. ചില ആൾക്കാർക്ക് ട്രിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മളെ ബുദ്ധിയുള്ള ആൾക്കാരുടെ പ്രത്യേകത. ഒരു വേഗം സംഗതി അടിച്ചെടുക്കും അല്ലെ? സംഗതി വേഗം മനസ്സിലാക്കും. നല്ല ബുദ്ധിയുള്ള മക്കളുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. 999നെ 3 കൊണ്ട് കുടിച്ചാൽ എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
3 9 27 അല്ലേ? 3 9 27 അല്ലേ? 3 9 27 കൂട്ടി നോക്കിയാൽ എന്ത് രസം നോക്കിയാ 2 9 9 7. ട്രിക്ക് മനസ്സിലായ ആൾക്കാർക്ക് ഫുൾ ആയിട്ട് ടേബിൾ ഒന്ന് എഴുതാം. ട്രിക്ക് മനസ്സിലായ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ടേബിൾ ഒന്ന് എഴുതാം. ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ എഴുതുമ്പോൾ തെറ്റുണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെ ഏതിന്റെ ടേബിൾ നമ്മൾ എഴുതുന്നത്? 999 ടേബിൾ ആണ്. 999 ടേബിളാണ് നമ്മൾ എഴുതാൻ പോണത്. 999 ടേബിള്. എങ്ങനെ? 999 ടേബിള്. 999 ടേബിൾ എഴുതാൻ എന്താ ഐഡിയ? സിമ്പിൾ. 0 1 2 3 4 5 6 7 8 9 വരെ എഴുതും. പിന്നെയോ? പിന്നെ 2 9 ചേർക്ക് തന്നെ. ഇത്രയേ ഉള്ളൂ. 9 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 99. മനസ്സിലായോ? 9. അത് കഴിഞ്ഞ പിന്നെന്താ പരിപാടി? പിന്നെന്താ പരിപാടി? ഇവിടുന്ന് 0 മുതൽ 9 വരെ എഴുതി. ഇവിടുന്ന് അതേപോലെ 0 1 2 3 4 5 6 7 8 9. കണ്ടോ എന്ത് രസാ നോക്കിയേ. ഇത്ര ഉള്ളടോ കണക്ക്. ഏത് വലിയ ടേബിൾ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. എത്ര വലിയ ടേബിൾ, എത്ര വലിയ ടേബിൾ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കയ്യിൽ ഒതുക്കാൻ പറ്റും. മക്കൾ ഹാപ്പി ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുണ്ടോ? ഓവറായോ? ബോറടിക്കുന്നുണ്ടോ? നിർത്തണോ? എന്താ വേണ്ടേ? നിങ്ങൾ പറയും. നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. നിർത്തണം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്തും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു 5-10 മിനിറ്റ് കൂടെ മുന്നോട്ട് പോവാം. അടിപൊളി ക്ലാസ് ആണ്. താങ്ക് യു. ഇതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് തരുട്ടോ. കുറച്ച് സ്പീഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ റെക്കോർഡ് വീണ്ടും എന്ത് ചെയ്യാ, വീണ്ടും കണ്ടിട്ട് വലിയ നമ്പർ. ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാം, എടാ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ 109 ടേബിൾ എന്ന് പറഞ്ഞാ ഞാനും പറയും ഇജ്ജും പറയും. ആദ്യം ആരെ എഴുതി കഴിയുന്നത് ജയിക്കാതെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് മത്സരിച്ച് പഠിക്കാം. മാത്സ് ഒക്കെ ഈസിയാണ്. അതിന്റെ ചെറിയ സ്ക്രൂ ഡ്രൈവറുകൾ കിട്ടിയാൽ മതി. ചെറിയ ട്രിക്ക് ഉള്ളൂ. ആ ട്രിക്ക് കിട്ടിയാലേ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്തുട്ടോ. ബാക്കി നമുക്ക് പിന്നെ പറഞ്ഞാൽ പോരെ. നാളെ ഉണ്ടല്ലോ. പിന്നെ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യം നിങ്ങൾക്ക് ഞാൻ ഒരു പിന്നെ ചില ടേബിളിനെ കുറിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്ക് പറഞ്ഞുതരാം. ഈ ടേബിളിന്റെ ട്രിക്ക് കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ആ ടേബിൾ എഴുതിയിട്ട് ആ ട്രിക്ക് എനിക്ക് മാർക്ക് ചെയ്ത് ഇന്ന് തന്നെ അയച്ചു തരുന്നക്ക്, അതായത് ഒരു അരമണിക്കൂർ സമയം തരണം. എനിക്ക് അയച്ചു തരുന്നക്ക് സ്പെഷ്യൽ നമ്മളുടെ വിന്നർ, ഇന്നത്തെ വിന്നർ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കും കേട്ടോ. അതിൽ ഒരു ടേബിൾ ഇതാണ് 96ന്റെ ടേബിള്. ആരുടെ ടേബിള്? 96ന്റെ ടേബിള്. 10 വരെ എഴുതണേ. 10 വരെ 96ന്റെ ടേബിൾ കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാലേ. 96ന്റെ ടേബിളിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കി. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അതുപോലെ 79ന്റെ ടേബിള്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. 79ന്റെ ടേബിൾ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. കണ്ടുപിടിച്ചിട്ട് അതിലെ ട്രിക്ക് നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കാം. 79ന്റെ ടേബിള്. പിന്നെ ഉള്ളതാണ് 29ന്റെ ടേബിള്. എത്ര? 29ന്റെ ടേബിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 29ന്റെ ടേബിള് കണ്ടോ? പിന്നെ ഉള്ളതാണ് 21ന്റെ ടേബിള്. 21ന്റെ ടേബിള് കേട്ടോ. 21ന്റെ ടേബിള്. 21ന്റെ ടേബിള്. പിന്നെ ഉള്ള ഒന്നാണ് 18ന്റെ ടേബിള്. എത്രയാ? 18ന്റെ ടേബിള്. കുറച്ചെണ്ണം ഞാനൊന്നും പറയില്ല. കുറച്ച് ടേബിളുകൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാട്ടോ. 18ന്റെ ടേബിള്. പിന്നെ ഉള്ള സാധനമാണ് 41ന്റെ ടേബിള്. 41ന്റെ ടേബിള്. പിന്നെ എന്നുള്ളത് 59ന്റെ ടേബിള്. ഇതൊന്ന് വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. നല്ല രസമാണ്. ഈ ടേബിളുകൾ തന്നെ പഠിച്ചാല് ചില ആൾക്കാർക്ക് അങ്ങനെ കുപ്പിയിലുള്ള ഭൂതത്തിനെ കിട്ടിയ പിന്നെ ഓൻ ലോകത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് കുപ്പിയിൽ ഒരു ഭൂതത്തിനെ ഇപ്പൊ തന്നിരിക്കുന്നു. കണക്ക് പഠിക്കാനുള്ള ഒരു ട്രിക്ക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ടേബിൾ. ഇങ്ങനെ ഇത് നമുക്ക് കുപ്പിയിൽ നിന്ന് എടുത്ത പോലെ ഏതിന്റെ ടേബിളും ചെയ്യാൻ പറ്റും. കുറെ ടേബിൾ നമ്പറുകൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അത്ഭുതകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ പഠിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞതാണ്. നമ്മൾ മാത്സ് ഫുട്ബോൾ കളിക്കണ മാതിരി മാത്സ്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങണതിന് നമ്മൾ ആദ്യം ഒന്ന് വാമപ്പ് ചെയ്യും. കുറച്ച് ചെറിയ കുറച്ച് പ്രാക്ടീസ് വർക്കുകൾ ചെയ്യും.
അപ്പൊ അതുപോലെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സിക്ക് പോണതിന് മുമ്പൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വാട്സപ്പ് കുറച്ച് PDF അയച്ചിരും. നിങ്ങൾ അത് എന്ത് ചെയ്യണം, അത് പിന്നെ ഒന്നുകിൽ അതിന്റെ പ്രിന്റ് പാരന്റ്സിനോട് പ്രിന്റ് എടുത്ത് തരാൻ പറയാം, എന്നിട്ട് ആ ഷീറ്റിൽ തന്നെ ചെയ്തു നോക്കാം. അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യാം. പ്രിന്റ് തരാൻ പറ്റുമെങ്കിൽ അതാ നല്ല, അത്ര സമയ ലാഭമാവും. നിങ്ങൾക്ക് ഇവരെ ചെയ്ത് പഠിച്ചാൽ മതി, ബോറടിക്കില്ല. അപ്പൊ അതൊന്നും നോക്കണം കേട്ടോ. ഞാൻ അവസാനമായിട്ട് ഒരു ചെറിയ ട്രിക്ക് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞ ട്രിക്ക് തന്നെയാണ്, ചിലർക്കൊക്കെ അറിയുണ്ടാവും. ഉദാഹരണത്തിന് 85നെ 85 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 75നെ 75 കൊണ്ട് ഗുണിക്കണം. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്. അല്ലെങ്കിൽ 65നെ 65 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെ ഒരു നമ്പർ 5ൽ അവസാനിക്കുന്ന നമ്പർ, ഉദാഹരണത്തിന് 35നെ 35 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 45നെ 45 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 25നെ 25 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെയുള്ള 5ൽ അവസാനിക്കുന്ന നമ്പറിനൊക്കെ ഇൻറ്റു ചെയ്യാന് ചില ട്രിക്കുകൾ ഉണ്ട്. ഇപ്പൊ 95നെ 95 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെ ഞാൻ 1-2 പറഞ്ഞു തരും കേട്ടോ, ബാക്കി നിങ്ങൾ ചെയ്യണേ. 1-2 ട്രിക്ക് ഇത് പറഞ്ഞുതരാം, നോക്കിക്കോ. ഇപ്പൊ നമ്മള് 41ഉം 59ഉം കൂടി ഉണ്ട് അല്ലേ. 41 50. നോക്കാം. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. 95നെ 95നെ ഗുണിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ എളുപ്പമുള്ള ട്രിക്ക് മാത്രം വേഗം പറയാം. 9 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 9 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 9 കഴിഞ്ഞ 9 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 10. അപ്പൊ 9 × 10 എത്രയാ? 9 × 10 എത്രയാ? 90 അല്ലേ, 90 അല്ലേ. പിന്നെ ലാസ്റ്റ് 5 × 5 എന്ന് പറഞ്ഞാൽ എത്ര? 25 അല്ലേ. അപ്പൊ 90 25 കിട്ടും. എങ്ങനെ ഒന്നുകൂടെ പറയാം. ഇങ്ങനത്തെ ഒരു സംഗതി തന്നു കഴിഞ്ഞാല് ഇതിലുള്ള ഈ നമ്പർ കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാ നോക്കാം. 8 അല്ലേ. 8 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാ? 9. അപ്പൊ 8 × 9 8 × 9 എത്രയാ നോക്കാം. 8 × 9 72 ആണല്ലോ അല്ലേ. പിന്നെ 5ന്റെ സ്ക്വയർ എത്രയാ നോക്കാം? 25. അതങ്ങോട്ട് എഴുതാം. അയ്യവാ, അപ്പൊ ആൻസർ ആയി. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുള്ളൂ, കാൽക്കുലേറ്റർ കടിച്ചു നോക്കും, കറക്റ്റ് ആയിരിക്കും. എങ്ങനെ ഒന്നും കൂടി, ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എത്രയാ നോക്കാം. 7 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എത്രയാ നോക്കാം. അപ്പൊ 8 ആണ്. 7 × 8 എത്രയാ നോക്കാം. അപ്പൊ 56 ആണ്. 7 8 56 ആണ്. പിന്നെ ഇവിടെ രണ്ടിടത്ത് 5 ഉള്ളതുകൊണ്ട് 25 എന്ന് എഴുതാം. മനസ്സിലായോ? ട്രിക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തേ. 6 കഴിഞ്ഞാൽ അടുത്ത നമ്പറോട് ഇൻറ്റു ചെയ്യുക. ഇവിടെ എഴുതാം 25 എഴുതാം. 6 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എഴുതാം. 6 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എഴുതാം. 6 × 7 42 എഴുതും. പിന്നെന്ത് എഴുതും? 25 എഴുതും. 42 25. ഓക്കെ, സെറ്റ്. എങ്കിൽ മക്കളെ ഇതാ നിങ്ങൾക്ക് തരുന്നു ഈ 3 ചോദ്യങ്ങൾ. ഇപ്പൊ തന്നെ ഇതിന് ആൻസർ കണ്ടുപിടിക്കാം, എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. വാട്സപ്പ് ചെയ്യുന്ന നമ്പർ 9846875829. ഈ 3 എണ്ണത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാം, എനിക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9846875829. ഞാൻ അവസാനിപ്പിച്ചു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഈ നമ്പർക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഫോട്ടോ എടുത്ത് പിന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് അയക്കാം, വീഡിയോ ആയിട്ട് അയക്കാം. ഏറ്റവും നല്ല അഭിപ്രായത്തിന് നമ്മൾ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്, അപ്രീസിയേഷൻസ്, സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ തരാം. ഏറ്റവും